നമ്മുടെ കേരളത്തിൽ 30 വയസ്സ് അല്ലെങ്കിൽ 35 വയസ്സായിട്ട് പോലും നല്ലൊരു ജോലിയോ കരിയറോ സെറ്റ് ആവാത്ത ഒരുപാട് ആളുകളുണ്ട്. ഈവൻ ബിടെക് വരെ പഠിച്ചിട്ട് പോലും ജോലി കിട്ടാത്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്നൊരു അടിപൊളി കോഴ്സും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രധാന ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠനത്തിന് ശേഷം ഇവർ തന്നെ ലൈഫ് ടൈം ജോബ് പ്ലേസ്മെൻറ്റ്സ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു പ്ലസ് പോയിന്റ്. പുതിയൊരു കോഴ്സ് പഠിക്കുമ്പോൾ അതിന് നല്ല രീതിയിൽ പൈസ ചെലവ് വരും എന്നുള്ളൊരു ആശങ്ക നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു കോഴ്സ് ഏറ്റവും കുറഞ്ഞ ഫീസ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാം. ഞാനിപ്പോൾ ചെന്നൈയിലുള്ള സ്പാർക്ക് നൈറ്റ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിൽക്കുന്നത്. ഈ ഒരു സ്ഥാപനമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷനാണ്, വേൾഡ് വൈഡ് അക്സെപ്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനാണ്. അത് മാത്രമല്ല ഫുൾ ടൈം, അതായത് ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയതിന് ശേഷം ലൈഫ് ടൈം ജോബും ഇവർ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാം നമുക്ക് മാഡത്തിനോട് ചോദിക്കാം. മാഡം ഇസ് ഓൾ ഇൻ ഓൾ, മാഡമാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യുന്നത്. My name is Shalini, so I am a correspondent. Our college name is Spark Night Hotel Management and Catering Institute. ഓക്കെ, എന്താണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, എന്താണ് ബ്രീഫ്ലി നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുവാണെങ്കിൽ? ഈ കോളേജിൽ പഠിക്കുന്ന ഒവ്വൊരു സ്റ്റുഡൻറ്റുക്കും நம்ம കോളേജിൽ வந்து സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ്സ് കൊടുക്കാം. സോ ഈ സർട്ടിഫിക്കറ്റ്സ് വെച്ച് ഇന്റർനാഷണൽ ജോബ്സ് വരയ്ക്കും സ്റ്റുഡൻസ് ക്യാൻ അപ്ലൈ. ഓക്കെ, നമുക്ക് ഷിപ്സിലും അതുപോലെ ഇന്റർനാഷണൽ ഹോട്ടൽസിലും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റാർ ഹോട്ടൽസ്, ഇന്റർനാഷണൽ ഹോട്ടൽസ്, ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് ആൻഡ് വെസൽസ്, cruise, everywhere you can work with this certificate. ഓക്കെ, നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് ചെന്നൈക്ക് കണക്ടിവിറ്റി വളരെയധികം കൂടുതലാണ്. ഇവിടെ ഒരുപാട്, നിങ്ങൾക്കറിയാം ചെന്നൈ ഇൻ്റർനാഷണൽ പോർട്ട് ഇസ് വെരി ഫേമസ്. അതുപോലെ തന്നെ വിശാഖപട്ടണം തൊട്ടടുത്ത് തന്നെയാണ്. ബാംഗ്ലൂർ എന്ന് പറയുന്ന വലിയൊരു നഗരം ചെന്നൈക്ക് തൊട്ടടുത്താണ്. അപ്പോൾ ഇവർക്ക് ഒരുപാട് ജോബ് കണക്ടിവിറ്റി ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർ പ്ലേസ്മെൻറ്റിനും കാര്യങ്ങൾക്കും പഠനശേഷമുള്ള ജോലിക്ക് ഇത്രയും അധികം ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. മാം, അപ്പോൾ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് ഓഡിയൻസിനോട് പറയൂ. நம்ம மக்கள் இப்போ ஹோட்டல் மேனேஜ்மென்ட்னா வெறும் கேட்டரிங் குக்கிங் എന്ന് நினைச்சிட்டு இருப்பாங்க. അതെ അതെ അതെ. കുക്കിംഗ് മാത്രമല്ല, ഇവിടെ ഫ്രണ്ട് ഡെസ്ക് ഉണ്ട്. ഈ ഫ്രണ്ട് ഡെസ്ക് പ്രാക്ടിക്കൽസ്, സോ നെക്സ്റ്റ് ഫുഡ് ആൻഡ് ബെവറേജ് ഉണ്ട്, ഹൗസ് കീപ്പിംഗ് ഉണ്ട്, ബേക്കറി ഉണ്ട്, ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ട്. ഇത്തരം സബ്ജക്ട് നിറഞ്ഞതാണ് வந்து ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യം തൊട്ടേ പ്ലേസ്മെന്റിന്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ ഏറ്റവും പ്രധാനമായിട്ടും ഓടിയെത്തുന്ന ഒരു സംശയമാണ് എന്ത് തരം പ്ലേസ്മെന്റ്സ് ആണ്, എങ്ങനെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മാഡം നിങ്ങളോട് വിശദീകരിച്ച് തരുന്നതായിരിക്കും. മാം, എങ്ങനെയാണ് നമ്മൾ ഇത്രയും പ്ലേസ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? പ്ലേസ്മെന്റ് പൊറുത്ത വരയ്ക്കും ഹിയർ വി ആർ ഗിവിംഗ് 100% ജോബ് പ്ലേസ്മെന്റ്. ഓക്കെ, സോ ഇവിടെ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻറ്റുക്കും പഠിച്ചു മുടിച്ച ഉടനെ 100% ജോബോட தான் they will go out. സോ അത് മാത്രമല്ലാമ எந்த ஒரு காலேஜ்லயும் கொடுக்காத ஒரு விஷயம் எனி டைம் ஜாப் கேரண்டி. ஸோ எனி டைம் ஜாப் கேரண்டினா நாட் ஜஸ்ட் ஒன் டைம். ஸோ ஈவன் ஆஃப்டர் 1 year 2 year ஸ்டூடெண்ட் கேன் கான்டாக்ட் our placement officer. ഇവിടെ പ്ലേസ്മെന്റ് ഓഫീസർ ഉണ്ട്. ആ പ്ലേസ്മെന്റ് ഓഫീസറെ സ്റ്റുഡൻസ് കോൺടാക്ട് ചെയ്ത് നെക്സ്റ്റ് ജോബ് ചേഞ്ചുക്ക് ഇല്ല ഹയർ പൊസിഷനുക്ക് ദേ ക്യാൻ ask and they can go for interview. ഓക്കെ, തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു വേറെ എങ്ങും തമിഴ്നാട്ടിലോ നമ്മുടെ കേരളത്തിലോ വേറെ ഒരു സംസ്ഥാനത്തും കൊടുക്കാത്ത ഒരു ഓഫർ അവരുടെ ആ ഒരു കാറ്റലോഗിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എനി ടൈം ജോബ് ഗ്യാരണ്ടി. ഇവിടുത്തെ കോഴ്സ് പഠിച്ച് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ അവർ നിങ്ങൾക്കൊരു പ്ലേസ്മെൻറ്റ് തരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പ്ലേസ്മെൻറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും എക്സ്പീരിയൻസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു ഹയർ പൊസിഷൻ ജോബ് വേണമെങ്കിൽ ഇവിടെ അതിന് വേണ്ടിയിട്ട് അവരൊരു ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് ആ ജോബിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഹയർ ജോബ് പോലും ഇവർ ഓഫർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അത് വേറെ ഒരു സംസ്ഥാനത്തിൽ ഞാൻ ഇത്രയും ഒരു ഫെസിലിറ്റി ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 100% സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ മാം? അതിന്റെ കാരണം 100% സ്കോളർഷിപ്പ് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ത്രൂ ഗവൺമെന്റ്. സോ we are giving students up to 100% scholarship. അത് ഈ പറയുന്ന പോലെ അതിന്റെ മാനദണ്ഡങ്ങളായിട്ട് ഇവർ പറയുന്നത് നിങ്ങൾക്ക് ഹയർ സ്റ്റഡി, അതായത് നിങ്ങൾ +2 ആണോ അല്ലെങ്കിൽ നിങ്ങൾ 8ാം ക്ലാസ് ആണോ, അപ്പോൾ നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ആ ഒരു സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാഡം, അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും ഈ പറയുന്ന പോലെ എന്താണ് ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ എത്ര ക്ലാസ് വരെ പഠിച്ച ആളുകൾക്ക് ഇവിടെ ഈ ഒരു കോഴ്സ് എടുക്കാൻ സാധിക്കും? ഇവിടെ 10th ഫെയിലോ പാസോ 12th ഫെയിലോ പാസോ ആ സ്റ്റുഡന്റ് കൂടെ ഈ കോളേജിൽ ജോയിൻ ചെയ്ത് ഈ കോഴ്സ് പഠിக்கலாம். ഏജ് റെസ്ട്രിക്ഷൻസ്
ഇല്ല ലേഡീസ്ക്ക് நிறைய ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ ഫീൽഡിൽ. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു ഫീമെയിൽ കാറ്ററിംഗ് ഷെഫ്സിനൊക്കെ ഭയങ്കര ഡിമാൻഡും ഹൈ എമൗണ്ട് സാലറിയാണ് ലഭിക്കുന്നത്. അപ്പൊ നിങ്ങൾ വീട്ടിൽ ഇരിക്കും അല്ലേ? ആൻഡ് നൗ ഇൻ മീഡിയ ഓൾസോ പീപ്പിൾ ആർ കമ്മിങ് ഇൻ മെനി ഷോസ്. If you take in channels, in YouTube shows അല്ലേ? അപ്പൊ അതുകൊണ്ട് ഒരുപാട് സാധ്യത ഉള്ള ഒരു കോഴ്സാണ്. പിന്നെ ചില ആളുകൾ ഞാൻ ആദ്യമേ വീഡിയോന്റെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 വയസ്സിൽ കരിയർ സെറ്റ് ആവാത്ത ആൾക്കാരുണ്ട് അല്ലേ, 30 ഇയേഴ്സിൽ കരിയർ സെറ്റ് ആവാത്ത ആൾക്കാരുണ്ട്. സോ ഇഫ് യു വാണ്ട് ടു ചേഞ്ച് യുവർ കരിയർ യു ക്യാൻ ഡെഫിനറ്റ്ലി ജോയിൻ ദിസ് കോളേജ്. 100% അവർ നിങ്ങൾക്ക് സപ്പോർട്ട് തരും. Here we have 1 year diploma, 2 year diploma in as I said in various departments. So they can come even people who are working. Sila makkalukku vandu already they are into the field. They are into they'll be like chef or a manager, but their education qualification will be less. So they cannot move on to the next level. Those kind of people, they can also come and join our course and get this central government certificate. Once after that they can go international wise also. ഫ്രണ്ട്സ്, അപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള കോഴ്സുകൾ പോലെ ഈ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇവർ ഒരുക്കി തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ലഭിക്കുന്നുണ്ട്. ഓൺ ടൈം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കേഷൻ, അതായത് കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ലഭിക്കും വാട്ട് ജോബ് യു ആർ ഗോയിങ് ടു ഡു എന്നുള്ളൊരു ക്ലാരിറ്റി കൂടി നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഏതൊക്കെ മേഖലയിലേക്കാണ് നമ്മൾ വിടുന്നത് പാർട്ട് ടൈം ജോബിന് ഈ കോഴ്സിന്റെ സമയത്ത്? அதர் கோர்ஸ்ல இருந்து இந்த கோர்ஸ் வந்து டிஃப்ரெண்ட். ஏன்னா மற்ற கோர்ஸ் ஸ்டூடெண்ட்ஸ் படிக்கும் போது அவங்க படிச்சுட்டு என்ன ஜாப் போறாங்க படிச்சு முடிச்சுட்டு they don't know what they are going to do in future. But in this course இந்த ஹோட்டல் இண்டஸ்ட்ரியை பொறுத்த வரைக்கும் பசங்க இந்த கோர்ஸ் எடுத்து படிக்கும் போது இதுக்கு ரிலேட்டடா தான் they are going to work. And we are providing part time facility. In part time facility they will work in very big hotels, restaurants and very big hospitals. Because in hospitals we have front desk, housekeeping. In all this field they'll go and work in part time. So படிக்கும் போதே வந்து அவங்க வந்து அந்த வேலையை வந்து கத்துப்பாங்க. തീർച്ചയായിട്ടും പ്രാക്ടിക്കൽ നോളജ് they'll improve their practical knowledge. അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ചെന്നൈ നഗരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയൊരു നഗരമാണ്. ഇവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സ്കൈ ഈസ് ദ ലിമിറ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വളരെ വലിയ ഹോട്ടൽസ്, ഹോസ്പിറ്റൽസ്, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു നഗരത്തിന് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹോട്ടൽ ഇൻഡസ്ട്രി wherever you go hospitality is there. അതെ even in hospital if you go you have a canteen, you have housekeeping, you have front office, everything is related to hotel management. But when comparing to Chennai we have a lot of industry here. So job opportunities also very big. അതാണ് അവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തമിഴ്നാടുവിലുള്ള കോളേജ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇവിടെ അക്കാഡമിക്സ് ഒക്കെ തമിഴിലായിരിക്കുമോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഒക്കെ തമിഴായിരിക്കുമോ എന്ന്. പക്ഷേ ഈ ഒരു കോളേജ് അങ്ങനെയല്ല. ഇവിടെ മലയാളി ഫാക്കൽറ്റീസ്, അതായത് മലയാളി ടീച്ചേഴ്സും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മിസ് ഹായ്, പേരെന്താണ്? എൻ്റെ പേര് ബിജിയാണ്. ഓക്കെ, ബിജി മിസ് അപ്പോൾ എവിടെയാണ്? കേരളത്തിൽ എവിടെ നിന്നാണ് വരുന്നത്? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്നില്ലേ? ഓക്കെ, അപ്പോൾ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാ വെൽഫെയറും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് തമിഴാണെന്നുള്ള പേടി, ഭയം വേണ്ട അല്ലേ? അത് കൂടാതെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ആഡ് ഓൺ ആയിട്ട് നമുക്ക് ഈ ഒരു കോഴ്സിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? മറ്റ കോഴ്സ് വിட இந்த கோர்ஸ் டிஃப்ரெண்ட். பிகாஸ் படிக்கிறது பசங்களுக்கு தெரியாது. ഇവിടെ എൻ്റെ കോളേജിൽ 90% പ്രാക്ടിക്കൽ ക്ലാസ്സസ് ആൻഡ് only 10% തിയറി ക്ലാസ്സസ്. സോ പ്രാക്ടിക്കൽ നോളജ് when we are giving lot of practical knowledge they learn quickly. அது கூட திருப்பி அவங்க பார்ட் டைம் ஜாப்ஸ் போறாங்க. இது மட்டும் இல்லாம இண்டஸ்ட்ரியல் விசிட்ஸ் we'll take them to very big hotels, industrial areas, we'll take them and industrial visit போவாங்க. இது மட்டும் இல்லாம படிச்சிட்டே இருக்கும்போது first semester they'll do it in college, second semester they'll go for training. ഓക്കെ, അങ്ങനെയാണല്ലേ, ട്രെയിനിങ്ങിന് പോകും. അപ്പോൾ മാക്സിമം ബെനിഫിറ്റ് പഠിക്കുന്ന കുട്ടിക്ക് ലഭിക്കുകയാണ്. ഇന്റേൺഷിപ്പ് ഉണ്ട്. ഓക്കെ, ഇന്റേൺഷിപ്പ് ജോബ് പ്ലേസ്മെന്റ് കൂടാതെ ഉള്ള ഒരു സംഭവമാണ്. അത്രയും നിങ്ങൾക്കൊരു പ്രോ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും മികച്ച ഒരു ഹോട്ടലിലേക്കും ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലേക്കും ഇന്റേൺഷിപ്പിന് വിടുന്നത് കേട്ടോ. Here we are teaching them spoken English. Spoken English ഇവിടെ very important spoken English. So ഇവിടെ language ഒരു പ്രശ്നമല്ല. Even Malayalam students, if they come, they don't know Tamil, they don't know English, it is okay, fine. Here we are teaching them English. Slowly we are teaching them English, because once when they go for job or internationally or in our nation, English is very important. So we are teaching them English. Apart from that, next
personality development, because grooming is very much important in this industry. So we are teaching them personality development, and we have smart class also. Theory ah solli tharadhu, practical ah solli tharadhoda ivide ipo oru cinema kandittu aa cinema oda songs lyrics anethum manasillayilla. Same way smart class la ivide oru housekeeping la oru class eduthachuna first lesson la aa first lesson ku oru smart class undu. Okay, ella class inum ella chapters inum smart class undu. Video and picture you are showing smart classes. Showing in that smart class. So that students can easily understand. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു കോളേജിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാലക്കാട് നിന്നുള്ള ഒരു സുഹൃത്തിനെ നമുക്ക് ഇവിടെ പരിചയപ്പെടാം. ഹായ് ബ്രോ. ഹായ്. പേരെന്താണ്? ദിവീഷ് അല്ലേ? സ്ഥലം പാലക്കാട് തന്നെയല്ലേ? ഓക്കെ. ഏത് കോഴ്സാണ് ഈ ഒരു കോളേജിൽ ചെയ്യുന്നത്? ഹോട്ടൽ മാനേജ്മെന്റ്. ഓക്കെ. ഹെൽപ്പ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കാറ്ററിംഗ് സർവീസ് ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലായിട്ടും ഉണ്ട്. ഓക്കെ. നോ പസ്സല്ല. ഇവിടെ വന്നതിന് ശേഷം കോൺഫിഡൻസ് വന്നിട്ടുണ്ടോ കരിയറിൽ? ഇവിടെ ഹോസ്റ്റലാണോ താമസിക്കുന്നത്? നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൺകുട്ടികൾ മാത്രമല്ല ഈ ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളും, ഒരുപാട് പെൺകുട്ടികളും ഈ ഒരു കോളേജിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുട്ടിയെ നമുക്ക്, സ്റ്റുഡൻറ്റിനെ നമുക്ക് പരിചയപ്പെടാം. പേരെന്താണ്? ഓക്കെ. അഭിരാമി എവിടെ നിന്ന്, ഏത് ജില്ലയിൽ നിന്നാണ് വരുന്നത് കേരളത്തിൽ? ഓ, ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത് അല്ലേ? ഇവിടെ ഏത് കോഴ്സാണ് ചെയ്യുന്നത്? അപ്പൊ കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്ര വർഷമാണ്? ഇവിടെ ഹോസ്റ്റലാണോ താമസിക്കുന്നത്? ഹോസ്റ്റൽ ഫെസിലിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? ഓക്കെ. ഹാപ്പിയാണ്. നമ്മുടെ ഈ ഒരു സ്പാർക്ക് നൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്ലേ സ്റ്റോറിൽ ഇവരൊരു ആപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ടും ഇവരുടെ കോഴ്സസ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട് അല്ലേ? ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിലുള്ളത്. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ എങ്ങനെയാണ് അതൊരു ഓൺലൈൻ സ്റ്റഡി ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? ഉണ്ട് സർ. വൺസ് ആഫ്റ്റർ ജോയിനിങ് സ്റ്റുഡൻറ്റ് ഇവിടെ ജോയിൻ செஞ்ச பிறகு அவங்களுக்கு லாகின் ஐடி அண்ட் பாஸ்வேர்ட் டீடைல்ஸ் கொடுத்துட்ட பிறகு they can log in and all video classes will be there. അതായത് നമ്മളെ നാട്ടിൽ നമ്മുടെ ബൈജൂസ് ആപ്പൊക്കെ ഇല്ലേ, ആ ഒരു ബൈജൂസ് ആപ്പൊക്കെ ഓൺലൈനായിട്ട് കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുന്നില്ലേ? അപ്പോൾ ആ ഒരു ലെവലിൽ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സസ് നമ്മുടെ ഈ ഒരു സ്പാർക്ക് നൈറ്റിൻ്റെ ഭാഗത്ത് നിന്നും ആ ഒരു ആപ്ലിക്കേഷൻ മുഖേന ലഭിക്കും. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ. ഓൺലൈൻ സ്റ്റുഡൻസിനും ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണ്. ഇത് practical classes. Oh, practical classes ആണ്. Practical classes. Okay. Here we'll teach them how to serve and to whom to serve. Okay. So இப்போ F&B-லே எடுத்துட்டீங்கன்னா ஃபுட் அண்ட் பெவரேஜ்லேயே வந்து பேங்க்வெட் ஹால்ஸ்க்கு செட்டிங்ஸ் டிஃப்ரெண்ட் ஆயி. வெட்டிங் ஹால்ல புஃபேக்கு டிஃபரன்ஸ் ஆயி. ஸோ வெட்டிங்ல நம்ம உட்காந்து சாப்பிடுறது அது டிஃப்ரெண்ட் ஆயி. ஸோ டிஃப்ரெண்ட் டைப்ஸ் ஆஃப் டேபிள் செட்டிங்ஸ், how to set. So all that we'll teach. എല്ലാം A to Z പഠിപ്പിക്കുന്നുണ്ട്. A to Z we'll teach. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം വിഷ്വൽസിലൂടെ നമ്മൾ കണ്ടത്. പക്ഷെ അത് മാത്രമല്ല, ഇവിടെ കുക്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കോഴ്സസും ഒരുപാടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് പഠിച്ചാൽ അവന് മരിക്കുന്നിടം വരെ അവന് ആ ഒരു ജോബ് ഫെസിലിറ്റേഷൻ അവന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കിച്ചനും കാര്യങ്ങളുടെ ഒരു വശം മാത്രമാണ് നിങ്ങൾ കാണുന്നത്. അതായത് ഏതൊരു ഇന്റർനാഷണൽ ഹോട്ടലിലും കാണുന്ന രീതിയിലുള്ള കിച്ചൺ എക്യുപ്മെന്റ്സും അതുപോലെയുള്ള ഫെസിലിറ്റീസുമാണ് അവരുടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ മാഡം? ദിസ് ഇസ് ദ കിച്ചൺ ഏരിയ, വർക്കിംഗ് ഏരിയ, പ്രാക്ടിക്കൽ ഏരിയ ആണ്. Here what we teach is like in cuisines we have international cuisines, Chinese we have continental, Indian le North Indian, South Indian இதெல்லாம் உண்டு. கட்டிங்ல வந்து எது ஃபர்ஸ்ட் போடணும், என்ன இஃப் இன் கேஸ் நமக்கே குக்கிங்ல வந்து சால்ட் ஜாஸ்தி ஆயிடுச்சா என்ன பண்ணணும், சுகர் ஜாஸ்தி ஆயிடுச்சா என்ன பண்ணணும், all that tip our chef will teach. And everything they'll do. இது பேக்கரி செக்ஷன் ஆயி. பேக்கரி வந்து இங்க ஒரு மெயின் சப்ஜெக்டாவே எடுத்து நாங்க கொடுக்குறோம். யூசுவலா பேக்கரி வந்து அலைட் சப்ஜெக்ட், பட் இங்க மெயினா வந்து பசங்களுக்கு சாக்லேட்ஸ்ல இருந்து மஃபின்ஸ்ல இருந்து கேக்ஸ்ல இருந்து பிரெட் ரோல்ஸ்ல இருந்து எல்லாமே எப்படி பண்றது, பேக்கரி அண்ட் കൺഫെക്ഷണറി രണ്ടുമേ ഞങ്ങൾ ഇങ്ങനെ சொல்லி കൊടുക്കും. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ നമുക്ക് ഇവിടെ ഇന്ത്യൻ കുസീൻസ് മാത്രമല്ലല്ലോ, ഇപ്പൊ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ നാളെ ഒരു ഇന്റർനാഷണൽ ഷിപ്പിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഹോട്ടലൊക്കെ പോകുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇന്റർനാഷണൽ ലെവൽ ഓഫ് കുക്കിംഗ് മെത്തഡോളജിയാണ് അവരുടെ പ്രൊവൈഡ്
പ്രൊവൈഡ് ചെയ്യുന്നു കേട്ടോ. ഈ കാണുന്നത് ഇതിൻ്റെ തന്നെ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഗ്യാസ് ഓവൻ സിസ്റ്റമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ ഇൻ്റർനാഷണൽ ഹോട്ടൽസിലും കിച്ചൺസിലും ഒക്കെയുള്ള എക്യുപ്മെൻറ്റ്സ് ലൈവായിട്ട് വെച്ചിട്ട് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്ത് പഠിക്കാനുള്ളൊരു ഫെസിലിറ്റി ഇവിടെ ലഭിക്കുന്നുണ്ട്. ஸோ ഇവിടെ இப்போ வந்து ஸ்டூடெண்ட்ஸ் வந்து ரொம்ப நியூட்ரிஷியஸாக வந்து சாப்பிடணும் ஃபுட்டு அப்படின்றது வந்து எல்லாருமே வந்து யோசிக்கிறோம். ஸோ அது எல்லாமே இப்போ பார்த்தீங்கன்னா தமிழ்நாட்டிலாம் மில்லட்ஸை வந்து തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിൽ ഇപ്പൊ മില്ലറ്റ്സിന്റെ തരംഗമാണ്. எல்லா இடத்துலயும் மில்லட்ஸ் யூஸ் பண்ண ஆரம்பிச்சாங்க. சோ அதையும் வந்து இங்க ஸ்டூடண்ட்ஸ்க்கு வந்து நாங்க சொல்லி தரோம். அண்ட் இது பாத்தீங்கன்னா ஹவுஸ் கீப்பிங். சோ ஹவுஸ் கீப்பிங் லேப். சோ ஹவுஸ் கீப்பிங் லேப்ல பாத்தீங்கன்னா ஸ்டூடண்ட்ஸ்க்கு வந்து ஒரு ரூம் எப்படி இருக்கும், சோ when they go to star hotels ரூம் வந்து எப்படி இருக்கும், ரூமை எப்படி டெக்கரேட் பண்ணணும், எந்த பொருள் எங்க இருக்கணும், அதெல்லாமே வந்து we'll teach them practically இங்க. ഓക്കെ ന്യൂട്രീഷനിസ്റ്റ് ആയിട്ടുള്ള ലെവലിലുള്ള ഒരു കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ? ഈ ഒരു ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് കമ്പ്യൂട്ടർ വിജ്ഞാനവും പരിജ്ഞാനവും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സോഫ്റ്റ്വെയർസിനും അതുപോലെ പല രീതിയിൽ അതിന് റോൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല സോഫ്റ്റ്വെയറും കാര്യങ്ങളും ഒക്കെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഇവർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? we have a separate computer room, so computer lab. கம்ப்யூட்டர் பொறுத்த வரைக்கும் பாத்தீங்கன்னா கம்ப்யூட்டர் ரொம்ப இம்பார்ட்டன்ட். ஸோ ஒரு வேலைக்கு போறாங்கன்னா ரிப்போர்ட்ஸ் கொடுக்கணும் அவங்க, ஸோ எக்ஸல் வேணும், வேர்ட் வேணும், பவர் பாயிண்ட் வேணும், அதை சொல்லித்தரோம். அது மட்டும் இல்லாமல் நிறைய வந்து பில்லிங் சாஃப்ட்வேர்ஸ் உண்டு, டிஃப்ரெண்ட் பில்லிங் சாஃப்ட்வேர்ஸ். இப்போ நம்ம ஹோட்டல்ஸ்க்கு போனோம்னாலே நம்ம பில் வந்து கொடுக்கணும். ஸோ அந்த பில்லிங் சாஃப்ட்வேர்ஸ் எல்லாமே நாங்கள் இங்கேயே வந்து சொல்லி கொடுத்துருவோம். ஓகே. ஸோ ஸ்டூடெண்ட்ஸ் வந்து போகும்போதே இங்கே காலேஜ்லேருந்து போகும்போதே அவங்க வந்து ப்ரொஃபஷனல்ஸாக போவாங்க. அது மட்டும் இல்லாமல் எங்களோட டியூட்டர்ஸை பற்றி சொல்லணும் அப்படின்னா எல்லாருக்குமே 20-25 இயர்ஸ் எக்ஸ்பீரியன்ஸோட இருக்காங்க. ஸோ ஒவ்வொருத்தரும் பார்த்தீங்கன்னா அவங்களோட நாலேஜை வந்து அப்படியே வந்து ஸ்டூடெண்ட்ஸ்க்கு ஷேர் பண்ணுறாங்க அண்ட் டிப்ஸ் கொடுக்குறாங்க. ஸோ இது மட்டும் இல்லாமல் நம்ம கெஸ்ட் லெக்சர்ஸ் கொடுக்குறோம். ஸோ நமக்கு வந்து பார்த்தீங்கன்னா ஃபீல்டில் இருக்க பெரிய பெரிய ஷெஃப்ஸ் ஆகட்டும், ஹோட்டல்ஸில் இருக்க மேனேஜர்ஸ் ஆகட்டும், எக்ஸிக்யூட்டிவ்ஸாக இருக்கட்டும், they'll come here and they will take class, they'll give tips to the students. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സ്പാർക്ക് നൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉയർന്ന ശമ്പളത്തിലുള്ളൊരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക. 10th സ്റ്റാൻഡേർഡ് +2 ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യാം. അടിപൊളിയാണ്. നിങ്ങൾക്ക് ലൈഫിൽ നല്ലൊരു കരിയർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ചെന്നൈയിൽ തന്നെയാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ നിന്നൊക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിച്ചിട്ട് പോകാനായിട്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസും ഇവർ പ്രൊവൈഡ് ചെയ്യും. മറക്കണ്ട, ഇപ്പോൾ നേരിട്ട് വന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഓൺലൈൻ ഫെസിലിറ്റിയും അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോളേജിൽ വന്ന് പഠിക്കുക, നല്ലൊരു ഉയർന്ന ശമ്പളത്തിലുള്ള ജോലി നേടുക, നിങ്ങളുടെ കരിയർ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ഹലോ കൊച്ചിയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. സോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അൺടിൽ ദെൻ ബൈ.